അങ്ങനെ ബാലൻ കഴിക്കാത്തതുകൊണ്ട് നമ്മുടെ ദേവി പറയുന്നുണ്ട് ബാലച്ചൻ തളർന്നാൽ പിന്നെ ഞങ്ങളെല്ലാവരും തളരും. നമ്മുടെ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ബാലച്ചൻ. അതുകൊണ്ട് ബാലച്ചൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നേന്ന് കഴിക്കാനൊക്കെ പറയണ്ടില്ല. മോളെ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ബാലച്ചൻ. എന്തായാലും ഞാൻ പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവിക്ക്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മിത്രോട് നമ്മുടെ ആര്യൻ വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ അനുവിന് ഇത് വല്ല ആവശ്യമുണ്ടോ? അവളിങ്ങനെ താഴ്ന്നു കൊടുത്ത് അവൻ ഇനിയും തലേ കയറുള്ളൂ. അവൻ ദേവമംഗലത്തിൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ ഇനി ഇങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തി ചെയ്തിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ ഇതിനെന്താ പോകും വഴി, നമ്മുടെ അനുവിനെ എങ്ങനെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുവരാമെന്നൊക്കെ മിത്രോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ജോലി മാറ്റി വന്നപ്പോൾ നമ്മുടെ ശ്രീദേവി അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അവൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോയിരിക്കുകയല്ലേ, നീ ഇപ്പോൾ ഇതിനത്ര ടെൻഷൻ അടിക്കണേ, അവൾ അച്ഛനെ കടയിൽ കുറേശ്ശെ സഹായിച്ച് അവളെ മനസ്സൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആനന്ദിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുകന്യ ധർമ്മനോട് പറയുന്നുണ്ട് കടയത്തെ ചുമതല മുഴുവൻ ബാലേട്ടൻ ദേവിയെ ഏൽപ്പിച്ചു അല്ലേ. ആ സമയത്ത് നമ്മുടെ ധർമ്മൻ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താ, എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ല, എനിക്ക് ധർമ്മേട്ടനല്ല ആ കടയുടെ ഉടമസ്ഥ, അതുകൊണ്ട് എനിക്കും ആ കടയിൽ നാളെ മുതൽ അധികാരം വേണം, ഞാനും നാളെ മുതൽ അവിടേക്ക് ജോലിക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.